ഗീതുവിനോട് അപർണിക പറയും, രഘുരാമംഗൾ അച്ഛൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം, ഇനി അച്ഛൻ്റെ മുന്നിൽ എനിക്ക് നല്ല സന്തോഷത്തോടെ അഭിനയിക്കാൻ വയ്യ, ഇനി എല്ലാതും പറയണം എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയും കിഷോർ വന്നില്ലേ ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയും വന്നിട്ടില്ല, അവൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നീ ഇനി അവൻ്റെ ഇതാക്കാൻ നിൽക്കണ്ട, നമുക്ക് വേറെ നല്ലൊരു ഇത് നോക്കാം, നിനക്ക് ഒരിക്കലും നീ ഒറ്റയ്ക്കാവില്ല, ഞാനും ഗോവിന്ദേട്ടനും എപ്പോഴും നിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടാവും എന്നൊക്കെ പറയും. അങ്ങനെ ഗീതു പുറത്തേക്ക് വരുന്ന സമയത്ത് അവർ രഘുരാമംഗൾ വരുന്നുണ്ടാവുക. അപ്പോൾ എന്ത് പറ്റി, കിച്ചു വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയും ഇല്ല വന്നിട്ടില്ല, അവൻ ഒരു ബിസിനസ് ട്രിപ്പിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതേലേ എന്നൊക്കെ പറയും. അപ്പോൾ ഗീതു പറയും അല്ല അങ്കിൾ അവൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഗീതു പറയും അല്ല എല്ലാ കാര്യങ്ങളും അങ്കിളിനോട് പറയാൻ അപർണിക പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഗോവിന്ദ് എല്ലാം പറയാൻ തുടങ്ങുമ്പോഴത്തേനും ഗീതുവിനെ ആ ഡോക്ടറില്ലേ പ്രസവമൊക്കെ നോക്കിയ ഡോക്ടർ വന്നിട്ട് വിളിക്കും കേട്ടോ. ആ ഗീതു ഇപ്പം എങ്ങനെയുണ്ട്, എന്താണ് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഗീതു പറയും. ആ സമയത്ത് ഗീതുവിന് രേഖയുടെ കോൾ വരികയാണ്. എന്നിട്ട് പറയുകയാണ് മാധവ് ഒരു രക്ഷയില്ല, ഞങ്ങളെന്നെ ഒന്ന് തൊടാൻ പോകുന്ന സമയക്കില്ല, നീ എത്രയും പെട്ടെന്ന് വരണം, അവൻ പാലയെ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയും അപർണികയുടെ കൂടെ ഒരു പെണ്ണ് ആരെങ്കിലും ഇല്ലെങ്കിൽ ശരിയാവില്ല പറയുമ്പോൾ രേഖ പറയുന്ന ഞാനും വരാൻ വേഗം എന്ന് പറയും കേട്ടോ. അങ്ങനെ ഗീതു വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അവിടെയാണെങ്കിൽ രഞ്ജുവിൻ്റെ അമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ രഞ്ജുവിൻ്റെ അമ്മേനെ കാണുമ്പോൾ നമ്മുടെ രാധികാമ്മയ്ക്കും വരുണിനും ദേഷ്യം വരും. എന്നിട്ട് രാധികാമ്മ പറയും ഞാൻ നിങ്ങളവിടെ പുറത്ത് കയറ്റാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രഞ്ജു വന്നിട്ട് പറയും അത് നിങ്ങളങ്ങനെ പറയണ്ട, എൻ്റെ അമ്മ ഇവിടെ എന്തായാലും കയറും എന്ന് പറയും. അപ്പോൾ നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ ചോദിക്കുമ്പോൾ രഞ്ജു പറയും ഇവിടെ വന്ന് താമസിച്ച പല ആൾക്കാരുടെയും ദൃക്സാക്ഷി ഞാനാണല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ ഗോവിന്ദേൻ്റെ മുന്നിൽ ഇതിനുള്ള ഇത് പറയേണ്ടി വരും എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറയുന്ന എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളെ ഇവിടെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രാധിക പറയും. ആ സമയത്താവും ഗീതു വരിക. എനിക്ക് ഗീതു വന്നിട്ട് എന്ത് പറ്റി, എന്താ അമ്മ എപ്പോഴാണ് വന്നേ ബിസിനസ് മീറ്റ് കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഗീതു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്മേനെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറുന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.